അയ്യോ, എനിക്കൊരു താല്പര്യവും ഇല്ലേ. പിന്നെന്തിനാ ടിക്കറ്റ് എടുക്കാനൊക്കെ തയ്യാറായത്? വർമ്മ സാറ് എന്റെ ഫാദറിലോയാ, ഗാർഡിയനാ. സാറ് പറഞ്ഞു, ഞാൻ അനുസരിക്കുന്നു, അത്രേ ഉള്ളൂ. ഞാൻ ദീപകിനെ കല്യാണം കഴിച്ചെന്നേ ഉള്ളൂ. അവനുമായിട്ട് ഹണിമൂണിന് പോണോന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിൽ പണ്ട് മുതലേ മറ്റൊരാളാണല്ലോ. അയാളെ പെട്ടെന്ന് അങ്ങനെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഇവളിത് എന്ത് ഭാവിച്ച എന്റെ ദൈവമേ. ഞാൻ എല്ലാം കേട്ടു. കൊള്ളാം, എല്ലാം വളരെ നന്നാവുന്നുണ്ട്. ദൈവമേ. വേണുവേട്ടൻ അക്കാര്യം ഓർത്ത് ഇപ്പോഴും വിഷമിച്ചിരിക്കുകയാണോ? എന്താ വേണുവേട്ടാ മിണ്ടാത്തെ? അതത്ര പെട്ടെന്നൊന്നും മനസ്സിൽ നിന്ന് പോവില്ലടി. അതൊരു നല്ല മുറിവ് തന്നെ. വിട്ടുകള വേണുവേട്ടാ. മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഓർക്കാതിരുന്ന അത്രയും നല്ലത്. ആ പത്മാവതി വേണോ വേണുവേട്ടാ? ഹലോ, ഞാൻ പത്മയ വേണുട്ടാ. മനസ്സിലായി മാഡം. മാഡം പറഞ്ഞോ. ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത കാര്യം ഇവിടെ ഉണ്ടായത്. ഞാൻ വേണുവേട്ടനോട് ക്ഷമ ചോദിക്കോ? അതിന് മാഡം എന്നോട് ക്ഷമ ചോദിക്കുന്നത് എന്തിനാ? മാഡം തെറ്റൊന്നും ചെയ്തില്ലല്ലോ. വേണുവേട്ടൻ എനിക്ക് വേണ്ടി സംസാരിച്ചതാണല്ലോ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതെ വന്നത്. വർമ്മ സാറ് സത്യത്തിനെതിരെ നിൽക്കാൻ തുടങ്ങിയിട്ട് 4 നൂറ്റാണ്ടായി മാഡം. ആ സ്ത്രീയുടെ പിടിയിൽ നിന്ന് മോചനം നേടാതെ ഇനി സാറിന് രക്ഷയില്ല. ഇത് തുറന്നു പറയുന്നവൻ ആരാണോ അയാള് സാറിന് ശത്രുവാകും. പ്രതാപേട്ടന്റെ വളർച്ചയില് വേണുവേട്ടന്റെ ഒരു വലിയ പങ്കുണ്ട്. അത് ഈ മനുഷ്യൻ മറക്കരുതായിരുന്നു. എന്നോട് അദ്ദേഹം ഇത്രയൊക്കെ പറഞ്ഞത് ഞാൻ മറക്കാൻ ശ്രമിക്കുകയാണ് മാഡം. ഞാനൊരു പാവപ്പെട്ടവൻ, അർഹതയില്ലാത്തടത്ത് കയറി അഭിപ്രായം പറഞ്ഞത് എന്റെ തെറ്റ്. സ്വാതന്ത്ര്യമുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചുപോയി. അതും എന്റെ തെറ്റാ. വേണുട്ടാ, വിഷമിക്കാതെ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ തന്നെ ഞാൻ തരണം ചെയ്യാൻ ശ്രമിക്കുക, അല്ലാതെ നിവൃത്തിയില്ല. എന്റെ മകനും എന്നെക്കാളേറെ ഇഷ്ടം വർമ്മ സാറിനെ. ഒരു സമയത്ത് അതിലൊക്കെ വല്ലാതെ സന്തോഷിച്ചവനായി വേണു. ഞാൻ സ്നേഹിക്കാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ മാഡം. എന്താ വേണുട്ടാ? അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ തെറ്റെന്റെ ഭാഗത്താണെന്ന് ഞാൻ ഉറപ്പുവരുത്താൻ ശ്രമിക്കും. അപ്പോ മനസ്സിനൊരു സമാധാനം കിട്ടും. എന്നോട് വർമ്മ സാറ് പറഞ്ഞതൊക്കെ മാഡം അങ്ങ് വിട്ടേക്ക്. അപവാദം കേൾക്കലും തകർന്നു പോയതൊക്കെ മാഡമാണ്. ആ അപവാദം ഇപ്പോഴും അംബിക പ്രചരിപ്പിക്കുകയാണ്. ഒത്തിരി കാലം മുമ്പേ കണ്ട ഒരു കൊച്ചു പെങ്ങളോടെന്ന പോലെ ഞാൻ പറയാണ്, അഗ്നിശുദ്ധി വരുത്തി അത് വർമ്മ സാറിനെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇനി മാഡം അവിടുന്ന് തിരികെ പോകാവൂ. സീതാദേവിയെ പോലെ. ദീപു ഇതുവരെ ഉറങ്ങിയില്ലേ? ഇല്ല. നേരത്തെ ചുരുണ്ടുകൂടി കിടന്ന് ഉറങ്ങണ്ടേ ദീപു? ഉറക്കം വിളിക്കരുത്. കുറഞ്ഞത് ഒരു 8 മണിക്കൂറെങ്കിലും ഉറങ്ങിയില്ലെങ്കിലേ പല ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവും. ഞാൻ എന്റെ ഡാർലിംഗ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നില്ലേ? ഞാൻ വ്രതത്തിന്റെ കാര്യം പറഞ്ഞത് ദീപന് വിഷമായോ?
ഈ വ്രതമൊക്കെ തീരാറാവുമ്പോ എന്നെ തെക്കുപുറത്തേക്ക് എടുക്കുവോ? എന്താ ദീപു ഈ പറയുന്നേ? വ്രതമൊക്കെ കൃത്യമായിട്ട് അനുഷ്ഠിച്ചില്ലെങ്കിലേ ഭർത്താവ് തളർവാദം പിടിച്ച് കട്ടില് കിടക്കുന്ന ജാതകത്തില്. അല്ല, നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാണെന്നാ എനിക്ക് തോന്നുന്നേ. എന്താ ദീപു ഇങ്ങനെയൊക്കെ പറയുന്നേ? അല്ല, ദീപു എന്റെ ഹസ്സല്ലേ, ഞാനങ്ങനെ അവോയ്ഡ് ചെയ്യോ? അല്ല, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെയെങ്കിലും നിന്നെ ഒന്ന് തൊടാൻ എന്നെ സമ്മതിച്ചോ? അയ്യേ, എന്തൊക്കെ നാണക്കേടാ ദീപു ഈ പറയുന്നേ. ഞാൻ ദീപുവിന്റെ നന്ദു അല്ലേ? എന്നും എന്റെ മേൽ അവകാശം എന്റെ ദീപുവിനല്ലേ? വ്രതങ്ങളൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, ഒന്ന് അടങ്ങ് ദീപു. എന്തോ ഒരു വൃത്തിയിട്ട മണം. എന്ത് ഡിയോഡ്രന്റാ ദീപു അടിച്ചിരിക്കുന്നേ? ഞാൻ നല്ല ഒന്നാം തരം ഡിയോഡ്രന്റ് അടിച്ചിരിക്കുന്നത്. നല്ല പെർഫ്യൂമാ. കൂറ മണം. എനിക്ക് മനം മറിയുന്നു. വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവുക. ഞാൻ ഈ മൂലക്കെങ്ങാനും ഷീറ്റ് വിരിച്ച് കിടന്നോളാം. ഒരു നാറ്റം. ഹലോ, താ.